ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഗവർണർ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആർട്ടിക്കിൾ 153 ഭാഗം 6. ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 6ആണ്. ഭാഗം 6ൽ ആർട്ടിക്കിൾ 153 ഗവർണറെക്കുറിച്ച് പറയുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ലഫ്റ്റനൻറ്റ് ഗവർണർ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേരെന്താണ്? രാജ്ഭവൻ. ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവനാണ്. ഗവർണറെ നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഗവർണറെ നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. ഗവർണറാകാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നീ സ്ഥാനങ്ങളിലെത്താൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. ഗവർണറുടെ കാലാവധി 5 വർഷമാണ്. ഗവർണർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഗവർണർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. നിയമസഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഗവർണർ. ആർട്ടിക്കിൾ 213 പ്രകാരമാണ് നിയമസഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. രാഷ്ട്രപതി ഗവർണറെ നിയമിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 155. രാഷ്ട്രപതി ഗവർണറെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ 155 പ്രകാരമാണ്. ഗവർണറുടെ യോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 157. ഗവർണറുടെ യോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 157 ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത്? ആർട്ടിക്കിൾ 161. ആർട്ടിക്കിൾ 161 പ്രകാരമാണ് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതും കുറ്റത്തിൽ ശിക്ഷയിൽ ഇളവൊക്കെ നൽകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ്. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 164 1. സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164 1 പ്രകാരമാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെയും അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെയും അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 124. സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 124. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 28. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 സുപ്രീം കോടതിയുടെ ആപ്തവാക്യം എന്താണ്? യഥോ ധർമ്മസ്ഥതോ ജയ. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം യഥോ ധർമ്മസ്ഥതോ ജയ എന്നാണ്. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ തിലക് മാർഗ്. സുപ്രീം കോടതിയുടെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹിയിലെ തിലക് മാർഗാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെൻറ്റാണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് എന്താണ്? 110001. സുപ്രീം കോടതിയുടെ പിൻകോഡ്
110001 ആണ്. നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേർ. നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ. സുപ്രീം കോടതി ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്ന പേരെന്താണ്? ഇംപീച്ച്മെൻറ്റ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെൻറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ജഡ്ജി ആരാണ്? ജസ്റ്റിസ് വി രാമസ്വാമി. ജസ്റ്റിസ് വി രാമസ്വാമി ലോക്സഭയിലാണ് ഇംപീച്ച്മെൻറ്റിന് വിധേയനായത്. രാജ്യസഭയിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ജഡ്ജി ആരാണ്? ജസ്റ്റിസ് സൗമിത്ര സെൻ. രാജ്യസഭയിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ഇന്ത്യയിലെ ആദ്യത്തെ ജഡ്ജി ജസ്റ്റിസ് സൗമിത്ര സെൻ ആണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ശമ്പളം എത്രയാണ്? 2,80,000. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ വേതനം 2,80,000 രൂപയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം എത്രയാണ്? 2.5 ലക്ഷം രൂപയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം 2.5 ലക്ഷം രൂപയാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത്? ആർട്ടിക്കിൾ 143 പ്രകാരം. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത്? ആർട്ടിക്കിൾ 143 പ്രകാരം. സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഹരിലാൽ ജെ കനിയ. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയയാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് പി ഗോവിന്ദമേനോൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ജസ്റ്റിസ് പി ഗോവിന്ദമേനോനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഏക മലയാളി ആരാണ്? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഏക മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തി ആരാണ്? കെ ജി ബാലകൃഷ്ണൻ. ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തി കെ ജി ബാലകൃഷ്ണനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ഗവർണറായ ഏക വ്യക്തി ആരാണ്? പി സദാശിവം. ഇദ്ദേഹം കേരളത്തിലെ ഗവർണറായിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ശേഷം കേരളത്തിൽ ഗവർണറായ ഏക വ്യക്തി പി സദാശിവമാണ്. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ്? ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ്. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച വ്യക്തി ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവിയാണ്. സുപ്രീം കോടതിയിൽ അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതിയിൽ അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഇന്ദു മൽഹോത്രയാണ്. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്. ഇദ്ദേഹമാണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് നിലവിലെ ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡ്. ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 214 മുതൽ 231 വരെ. ഹൈക്കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ്. ഇന്ത്യയിലെ ആദ്യമായി നിലവിൽ വന്ന ഹൈക്കോടതികൾ ഏതൊക്കെയാണ്? കൽക്കട്ട, മദ്രാസ്, ബോംബെ ഹൈക്കോടതികൾ. 1862 ഈ 3 ഹൈക്കോടതികളും നിലവിൽ വന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി എന്നറിയപ്പെടുന്നത് കൽക്കട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പാകെയാണ്.
ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പാകെയാണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 62 വയസ്സ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഇന്ത്യയിൽ നിലവിൽ എത്ര ഹൈക്കോടതികളാണുള്ളത്? 25. ഇന്ത്യയിൽ നിലവിൽ എത്ര ഹൈക്കോടതികളാണുള്ളത്? 25. ഇന്ത്യയിലെ 25ാമത്തെ ഹൈക്കോടതിയായ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം അമരാവതിയാണ്. ഇന്ത്യയിലെ 25ാമത്തെ ഹൈക്കോടതിയായ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? അമരാവതിയാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി നിലവിൽ വന്നത് 2019 ജനുവരി 1-നാണ്. അപ്പോൾ ഇന്ത്യയിലെ അവസാനം നിലവിൽ വന്ന ഹൈക്കോടതി ഏതാണ്? ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ വേതനം 2.5 ലക്ഷം രൂപയാണ്. ജഡ്ജിമാരുടെ വേതനം 2.25 ലക്ഷം രൂപയുമാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതിമാസ വേതനം 2.5 ലക്ഷം രൂപയും ജഡ്ജിമാരുടെ വേതനം 2.25 ലക്ഷം രൂപയുമാണ്. ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതിയാണ്. ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഇന്ത്യയിലെ ഹൈക്കോടതി ഏതാണ്? അലഹബാദ് ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഇന്ത്യയിലെ ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതി ഏതാണ്? ഗുവാഹത്തി ഹൈക്കോടതി. ഗുവാഹത്തി ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 4 അവ ഏതൊക്കെയാണ്? അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നിവയാണ്. കേരള ഹൈക്കോടതി സ്ഥാപിതമായതെന്നാണ്? 1956 നവംബർ 1-ന്. കേരള പിറവി ദിനത്തിൽ തന്നെയാണ് കേരള ഹൈക്കോടതി സ്ഥാപിതമായത്. 1956 നവംബർ 1. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ആരാണ്? സുജാത മനോഹർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത സുജാത മനോഹറാണ്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആരാണ്? KK ഉഷ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാള വനിത ആരെന്ന് ചോദിച്ചാൽ KK ഉഷയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ്? അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടിയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി ആരെന്ന് ചോദിച്ചാലും അന്ന ചാണ്ടിയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ വെച്ച് ഒരു ഹൈക്കോടതിയുടെ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയാണ് അന്ന ചാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് മലയാളിയായ ഓമന കുഞ്ഞമ്മയായിരുന്നു. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ രജിസ്ട്രാർ ജനറൽ ആരാണ്? സോഫി തോമസ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ സോഫി തോമസ് ആണ്. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്താണ്? സത്യമേവ ജയതേ. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ എന്നാണ്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലർ ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്ന് വെച്ചാൽ നുവാൻസ് ആണ്. അതായത് കേരളത്തിലെ നിയമ സർവകലാശാലയാണ്. ഇതിൻ്റെ ചാൻസലർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 214. ഓരോ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 214 ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് എവിടെയാണ്? കൊച്ചി. ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയിലാണ്. കേരള ഹൈക്കോടതിയുടെ 38ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിലവിലെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ്. കേരള ഹൈക്കോടതിയുടെ 38ാമത്തെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്ക്രീനിൽ നോക്കി വായിച്ച് പഠിക്കുക. എല്ലാം കൂടെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഗവർണർ നിയമിക്കുന്നവർ ആരൊക്കെയാണെന്നാണ് ആദ്യമുള്ളത്. മുഖ്യമന്ത്രി തുടങ്ങിയുള്ള വ്യക്തികളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കേരള ഗവർണർമാരെ കുറിച്ചുള്ള വിവരങ്ങളാണ്.
കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി വി ഗിരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി വി വിശ്വനാഥനാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി വി മേനോനാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവമാണ്. ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവി തമിഴ്നാട്ടിലെ ഗവർണറായിരുന്നു. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി MOH ഫറൂഖാണ്. ഈ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ PDF വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിൻ്റെയൊക്കെ PDF കൊടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ PDF വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈക്കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യത, ഇത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന ഭരണഘടനാ വകുപ്പുകളാണ്, അതായത് ആർട്ടിക്കിളുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ PDF ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് PDF വാങ്ങുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.